ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കോതമംഗലം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വിസ് മനഃശാസ്ത്രജ്ഞനായ ജീൻ പിയാഷെയെ കുറിച്ചാണ്. 1896 ഓഗസ്റ്റ് 9 സ്വിറ്റ്സർലൻഡിലെ ന്യൂസിലാൻഡിൽ ജനിച്ചു. ഇദ്ദേഹം കുട്ടികളുടെ ബുദ്ധി വികാസത്തെക്കുറിച്ചും ചിന്താ പ്രക്രിയകളെക്കുറിച്ചും വിലപ്പെട്ട പഠനങ്ങൾ നടത്തുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹം ശാസ്ത്രീയ പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1918 ന്യൂസിലാൻഡിൽ സർവകലാശാലയിൽ നിന്ന് പ്രകൃതിശാസ്ത്രത്തിൽ ഇദ്ദേഹം ഡോക്ടറേറ്റ് നേടുകയുണ്ടായി. വിജ്ഞാന സിദ്ധാന്തത്തിലുള്ള താല്പര്യം ഇദ്ദേഹത്തെ മനഃശാസ്ത്രത്തിലേക്ക് നയിച്ചു. യൂജിൻ ബോയിലറുടെ മനോരോഗ ചികിത്സാ കേന്ദ്രത്തിനും ആൽഫ്രഡ് ബിനെയുടെ പാരീസിലെ ലബോറട്ടറി സ്കൂളുകളിൽ ഇദ്ദേഹം അല്പകാലം ഗവേഷണം നടത്തുകയുണ്ടായി. ബിനെയുടെ ലബോറട്ടറി സ്കൂളിൽ മാനസിക പരീക്ഷണങ്ങൾ മാനകീകരിക്കുന്ന ജോലിയിൽ ഏർപ്പെടുമ്പോഴാണ് ഇദ്ദേഹത്തിന് കുട്ടികളുടെ ചിന്താ പ്രക്രിയയുടെ വികാസത്തിൽ താല്പര്യം ജനിച്ചത്. ബിന്നെ വികസിപ്പിച്ച ബുദ്ധി പരീക്ഷയിൽ നമുക്കറിയാമല്ലേ, ആൽഫ്രഡ് ബിനെറ്റ് ആണ് എന്തെന്നുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ പിതാവ് എന്നുള്ളതൊക്കെ. അപ്പോൾ ബിനെ വികസിപ്പിച്ച ബുദ്ധി പരീക്ഷയിൽ ചെറിയ കുട്ടികൾ ചില ചോദ്യങ്ങൾക്ക് എല്ലായ്പ്പോഴും തെറ്റായ ഉത്തരങ്ങൾ മാത്രം നൽകുന്ന ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ട്. അല്പം കൂടി വലിയ കുട്ടികളോ മുതിർന്നവരോ വരുത്താത്ത ചില തെറ്റുകൾ ചെറിയ കുട്ടികൾ സ്ഥിരമായി വരുത്തുന്നത് ഇദ്ദേഹം നിരീക്ഷിച്ചു. അങ്ങനെ ചെറിയ കുട്ടികളിലെ ദൈക്ഷണിക പ്രക്രിയ, അതായത് ദൈക്ഷണിക പ്രക്രിയ എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് പ്രോസസ്സ് മുതിർന്നവരുടേതിൽ നിന്ന് വ്യത്യാസമാണെന്ന് ഇതിൻ്റെ സൂചനയാണെന്ന് പിയാഷെ പറയുകയുണ്ടായി. കുട്ടികളിൽ തുടക്കത്തിൽ അഹം കേന്ദ്രീകൃതമാക്കിയിരിക്കുന്ന ചിന്ത ക്രമേണ സാമൂഹിക കേന്ദ്രീകൃതമായും തീരും എന്ന് ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ പെരുമാറ്റം സൂക്ഷ്മമായി നിരീക്ഷിച്ചും അവരുമായി അഭിമുഖങ്ങൾ നടത്തിയുമാണ് പിയാഷെ തൻ്റെ പഠനങ്ങൾ രൂപപ്പെടുത്തിയത്. മാനകീകൃതവും ഔപചാരികവുമായ ചോദ്യങ്ങളുമായി അഭിമുഖം ആരംഭിക്കുകയും പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാനകീകൃതമല്ലാത്ത ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ രീതി. കുട്ടികളിലെ സ്വാഭാവികമായ ഉറപ്പുകളും ബോധ്യങ്ങളും കണ്ടെത്താനാണ് ഇദ്ദേഹം ശ്രമിച്ചത്. ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഉത്തരം നൽകുന്ന രീതിയിൽ നിന്നും ശാസ്ത്രീയമായ ഉത്തരങ്ങൾ നൽകുന്നതിലേക്കും തുടർന്ന് സാമൂഹ്യ സ്വീകാര്യത പ്രതികരണങ്ങളിലേക്കും കുട്ടികൾ എത്തിച്ചേരുന്നതായി ഇദ്ദേഹം മനസ്സിലാക്കി. സാമൂഹികമായ പരസ്പര പ്രവർത്തനങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയുമാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഇദ്ദേഹം പറയുകയുണ്ടായി. ചുറ്റുപാടുമുള്ള വസ്തുക്കളും വ്യക്തികളുമായി ഇടപെടുമ്പോൾ മനുഷ്യ മനസ്സിൽ രൂപം കൊള്ളുന്ന ധാരണകൾ, ഇതിനെയാണ് സ്കീമ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വ്യക്തി വസ്തുക്കളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപം കൊള്ളുന്ന ഒരു രൂപമുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ധാരണയെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്കീമ എന്ന് പറയുന്നത്. സ്കീമ 3 വിധത്തിലാണെന്ന് പിയാഷെ പറയുന്നത്. അതായത് വസ്തുക്കളുടെ അനുഭവങ്ങളോടും മറ്റും പ്രതികരിക്കാനുള്ള പെരുമാറ്റ സംബന്ധികമായ സ്കീമുകൾ, അതിനെ നമ്മൾ ബിഹേവിയറൽ സ്കീമ എന്നും, അനുഭവ സവിശേഷത വശങ്ങൾ പ്രദാനം ചെയ്യുന്ന മാനസിക ചട്ടക്കൂടിൽ പ്രവർത്തിക്കുന്ന സ്കീമുകളെ നമ്മൾ സിംബോളിക് സ്കീമ എന്ന് പറയും. പിന്നെ ചിന്താശേഷിയുടെ ചട്ടക്കൂടിൽ പ്രക്രിയാത്മകമായ സ്കീമുകളെ ഓപ്പറേഷണൽ സ്കീമ എന്നും പറയും. അപ്പോൾ 3 തരത്തിലുള്ള സ്കീമുകളാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ബിഹേവിയർ, അതായത് നമ്മുടെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ സിംബോളിക് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് വരുന്നത്. ദെൻ ഓപ്പറേഷണൽ ചിന്താ പ്രക്രിയ. അങ്ങനെ 3 സ്കീമുകൾ ഉണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കുട്ടികളിലെ ബുദ്ധിവികാസത്തെ പരിണാമപരമായ അനുകൂല പ്രക്രിയയോട് പിയാഷെ ഉപമിച്ചിരിക്കുന്നു. അതായത് ജൈവാനുകൂലത്തിന് എന്ന പോലെ നിലനിൽക്കുന്ന സ്കീമുകൾക്ക് അനുയോജ്യമായ രീതിയിൽ പുതിയ വിവരങ്ങളോട് പ്രതികരിക്കുക. നമ്മുടെ പുതിയ വിവരങ്ങളോട് പ്രതികരിക്കുക എന്നതിനെ നമ്മൾ അസിമിലേഷൻ എന്ന് പറയും. പുതിയ വിവരങ്ങളോട് പ്രതികരിക്കുവാനായി നിലനിൽക്കുന്ന സ്കീമുകളെ മാറ്റം വരുത്തുകയോ പുതിയ രൂപപ്പെടുത്തുകയോ ചെയ്യുന്നതിന് നമ്മൾ അക്കോമഡേഷൻ എന്ന് പറയും. നമുക്കറിയാമല്ലേ, അക്കോമഡേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ആ ഒരു സാഹചര്യമായി നമ്മൾ പൊരുത്തപ്പെട്ടു. അപ്പം നമുക്ക് പഴയ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മൾ പുതിയ അനുഭവത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എന്നീ 2 പ്രക്രിയകളും ബുദ്ധിവികാസത്തിൽ സംഭവിക്കുന്നു എന്ന് ഇദ്ദേഹം പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു 3 സ്കീമുകളാണ് ഉള്ളത്. അത് നമ്മുടെ ചുറ്റുപാടും അനുസരിച്ച് ഈ സ്കീമയിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്ന അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നതിന് അസിമുലേഷൻ എന്നും, ആ പ്രതികരിച്ച് നമ്മളെ മറ്റൊരു സ്കീമയിലേക്ക് മാറി അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്തുമ്പോൾ അതിന് അക്കോമഡേഷൻ എന്നും പറയുന്നതാണെന്ന്
ഇത് എല്ലാം എവിടെ നടക്കുന്നുണ്ട്? നമ്മുടെ ബുദ്ധി വികാസത്തിൽ നടക്കുന്നതായി പറയുന്നു. കൃതികളാണ് ദി ഒറിജിൻസ് ഓഫ് ഇന്റലിജൻസ്, ദ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി, പ്ലേ ഡ്രീംസ് ആൻഡ് ഇമിറ്റേഷൻ എന്നിവ. വസ്തുക്കളുടെ ആകാരം മാറിയാലും അളവിൽ മാറ്റം വരുന്നില്ല എന്ന ആശയം എപ്രകാരം ഗ്രഹിക്കപ്പെടുന്നു എന്ന് പഠിക്കുവാനായി പിയാഷെ ഉപയോഗിച്ച മാർഗം ഇന്ന് ലോകവ്യാപകമായും മനഃശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുന്നുണ്ട്. ഓരോ ആകൃതിയിലുള്ള 2 വസ്തുക്കൾ, ഉദാഹരണമായ 2 കളിമൺ പന്തുകൾ കുട്ടികൾക്ക് നൽകുന്നു. ഇതിൽ ഒന്നിന്റെ രൂപം സോസേജിൻ്റേത് പോലെയാക്കി മാറ്റുമ്പോൾ അതിൻ്റെ അളവിൽ വ്യത്യാസം വരുന്നില്ല എന്നത് കുട്ടി മനസ്സിലാക്കുന്നുണ്ടോ എന്ന് കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ജീൻ പിയാഷെയുടെ സിദ്ധാന്തത്തിൽ മാനസിക വികാസത്തിന് അഥവാ ബുദ്ധി വികാസത്തിന് 4 ഘട്ടങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ജനനം മുതൽ 2 വയസ്സ് വരെയാണ് ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സംവേദന ചാലക ഘട്ടം എന്ന് പറയുന്നു. അതായത് സെൻസറി മോട്ടർ പീരീഡ്. അതായത് ആദ്യത്തെ കാലഘട്ടം, അതായത് ജനനം മുതൽ 2 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? സെൻസറി മോട്ടോർ പീരീഡ്, അതിൽ സംവേദന ചാലക ഘട്ടം എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ ശിശുവിന് ചലന നിയന്ത്രണം കൈവരികയും ഒരു ഗണത്തിൽപ്പെട്ട വസ്തുക്കളെ മറ്റൊരു ഗണത്തിൽപ്പെടുന്നവയിൽ നിന്ന് വേർതിരിച്ചറിയാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സെൻസറി മോട്ടോർ പീരീഡ്. സെൻസറി മോട്ടോർ പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലേ, ചലന നിയന്ത്രണമാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഈ വസ്തുക്കളുടെ സ്ഥിര സ്വഭാവം, അതായത് ഒബ്ജക്റ്റ് പെർമനൻസ്, അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥിരമായിട്ടുള്ള സ്വഭാവം ഗ്രഹിക്കാനുള്ള കഴിവ് ഈ കാലഘട്ടത്തിൽ കുട്ടി ആർജിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത്. ഒരു വസ്തു കൺവെട്ടത്തിൽ നിന്ന് മറിഞ്ഞാൽ അത് നിലനിൽക്കുന്നുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുന്നു. ഇതെല്ലാമാണ് നമ്മുടെ സെൻസറി മോട്ടോർ പീരീഡിൽ വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ചലന നിയന്ത്രണം വരും. അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് പെർമനൻസ്, സ്ഥിര സ്വഭാവം, ഇത് 3മാണ് സെൻസറി മോട്ടോർ പീരീഡിൽ പ്രധാനമായ ഘട്ടങ്ങൾ. ഇനി അടുത്ത ഘട്ടം, 2ാമത്തെ ഘട്ടമായ പ്രക്രിയാപൂർവ്വ ഘട്ടം. അത് നമുക്ക് 2ാമത്തെ ഘട്ടത്തിൽ എന്താണ് പറയുക? പ്രക്രിയാപൂർവ്വ ഘട്ടം, അതായത് പ്രീ ഓപ്പറേഷണൽ പീരീഡ് 2 മുതൽ 7 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്നു. 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ നിലനിൽക്കുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ പ്രീ ഓപ്പറേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ കുട്ടി ഉൾക്കാഴ്ചയെ അടിസ്ഥാനമാക്കിയാണ് ചിന്തിക്കുന്നത്. അതായത് ചിന്താ പ്രക്രിയയുടെ ഫലമായി നിഗമനങ്ങളിൽ എത്താനുള്ള കഴിവ് ഈ ഘട്ടത്തിലില്ല. ഭാവനയും കളിയും അഭിനയം ഈ ഘട്ടത്തിൽ വളരെ വർദ്ധിക്കുന്നു. നമുക്കറിയാമല്ലേ, നമ്മുടെ കിൻഡർ ഗാർഡനിലും അതുപോലെ തന്നെ LP സെക്ഷനിലുള്ള കുട്ടികളുടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിലെ കുട്ടികൾക്ക് എന്തിനോടാണ് കൂടുതൽ താല്പര്യങ്ങൾ. വരയ്ക്കാനും കളർ ചെയ്യാനും ഇങ്ങനെയുള്ള കുറേ, അതുപോലെ തന്നെ ഇമാജിനേറ്ററി സ്റ്റോറി പറയാനൊക്കെയാണ്. അപ്പോൾ അതായത് ഈ ഒരു കാലഘട്ടത്തിലാണ് കുട്ടികളുടെ ഭാവന, കളി, അഭിനയം എല്ലാം കൂടുതൽ കാണപ്പെടുന്നത്. മറ്റുള്ളവരുടെ വീക്ഷണകോണുകൾ മനസ്സിലാക്കാനുള്ള ശേഷിയും ഈ സമയത്ത് കുറവാണ്. എന്തുകൊണ്ട്, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ ജിജ്ഞാസ പ്രകടിപ്പിക്കുന്ന ഘട്ടമാണിത്. വസ്തുക്കളുടെ പേര് പറയാൻ സാധിക്കുമെങ്കിലും ഗുണങ്ങളുടെ പേര് പറയാൻ അവർക്ക് പ്രയാസമായിരിക്കും. 7 മുതൽ 11 വയസ്സ് വരെയുള്ള ഇനി നമ്മൾ അടുത്ത കാലഘട്ടത്തിൽ പോവുകയാണ്. അതായത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡ്. അതിനെയാണ് നമ്മൾ 3ാമത്തെ പീരീഡ് എന്ന് പറയുന്നത്. അതായത് സമൂർത്ത പ്രക്രിയ ഘട്ടം എന്നാണ് നമ്മൾ പറയുന്നത്. സമൂർത്ത പ്രക്രിയ ഘട്ടം അഥവാ കോൺക്രീറ്റ് ഓപ്പറേഷണൽ 7 മുതൽ 11 വയസ്സ് വരെയുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ഗണങ്ങൾ, തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയോട് യുക്തിസഹമായി പ്രതികരിക്കാൻ കുട്ടിക്ക് സാധിക്കുന്നതാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ വാചികമായ പ്രമേയങ്ങളോട് പ്രതികരിക്കാനും ആശയങ്ങൾ വാക്കുകളിലൂടെ വ്യക്തമായി ആവിഷ്കരിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിൽ 11 മുതൽ 15 വയസ്സ് അടുത്ത കാലഘട്ടത്തിനെയാണ് നമ്മൾ പറയുന്നത് 4th സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർമൽ ഓപ്പറേഷണൽ പീരീഡ്. അതായത് 11 മുതൽ 15 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ ഔപചാരിക പ്രക്രിയ ഘട്ടം എന്ന് പറയുന്നത്.
11 മുതൽ 15 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടത്തെ നമ്മൾ പറയുന്നതാണ് ഔപചാരിക പ്രക്രിയ ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷണൽ പീരീഡ് എന്ന് പറയുന്നത്. ഈ സമയത്ത് കുട്ടി യുക്തിസഹമായും ക്രമാനുഗതമായും പ്രതീകാത്മകമായും ചിന്തിക്കുകയും ആശയങ്ങൾ വ്യക്തമായി നിർവചിക്കാനും കുട്ടിക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ കഴിവിൻ്റെ സ്ഥിരതയും ക്രമാനുഗതമായ വളർച്ചയും ഈ 4 കാലഘട്ടങ്ങളിലും പ്രതിഫലിക്കുന്നതാണ്. ഈ ഒരു 4ാമത്തെ ഘട്ടത്തിലാണ് കുട്ടികളുടെ വളർച്ച, കുട്ടികളുടെ കഴിവിൻ്റെ സ്ഥിരത ഇതെല്ലാം വരുന്നത് അല്ലെങ്കിൽ നടക്കുന്നത്, കേന്ദ്രീകരിക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണെന്ന് നമുക്ക് പറയാം. ശാരീരിക മാനസിക പ്രക്രിയകളുടെ അടിസ്ഥാനപരമായ തുടർ സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിയാഷയുടെ വീക്ഷണങ്ങൾ മനഃശാസ്ത്രത്തിലും വിദ്യാഭ്യാസത്തിലും മാത്രമല്ല ഭാഷാശാസ്ത്രം, ഊർജ്ജശാസ്ത്രം തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലും കാണാവുന്നതാണ്.